സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വെട്ടിലാക്കുന്ന വെളിപ്പെടുത്തലുകളുമായി സ്മാർട്ട് ക്രിയേഷൻസ്. ശബരിമല ദ്വാരപാലക ശില്പത്തിലെ പാളിയിൽ സ്വർണം പൂശാനായി ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത് ചെമ്പുപാളികളെന്ന് കമ്പനി അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ.ബി. പ്രദീപ്. കമ്പനിയിലെത്തിച്ചത് മുമ്പൊരിക്കലും സ്വർണം പൂശിയിട്ടില്ലാത്ത ചെമ്പുപാളികളാണ്. സ്ഥാപനത്തിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ഒരിക്കൽ സ്വർണം പൂശിയ ലോഹം അറ്റകുറ്റപ്പണിക്കായി സ്ഥാപനം സ്വീകരിക്കാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി 2019 ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കുന്നത്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചത് മുൻപൊരിക്കലും സ്വർണം പൂശിയിട്ടില്ലാത്ത ശുദ്ധമായ ചെമ്പ് പാളികളായിരുന്നുവെന്നാണ് സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനി അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ.ബി. പ്രദീപിന്റെ വെളിപ്പെടുത്തൽ. സ്ഥാപനത്തിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ഒരിക്കൽ സ്വർണം പൂശിയ ലോഹം അറ്റകുറ്റപ്പണിക്കായി സ്ഥാപനം സ്വീകരിക്കാറില്ലെന്നും അഡ്വക്കേറ്റ് പ്രദീപ് പറഞ്ഞു. ഒരു കോപ്പർ ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ പുറത്ത് പതിപ്പിച്ച ക്ലാഡിങ്സ് ആണ്. അതിനകത്തൊന്നും ഗോൾഡ് പ്ലേറ്റഡ് ആയിരുന്നില്ല. അപ്പോൾ അവിടുന്ന് ഇളക്കിയത് ഗോൾഡ് പ്ലേറ്റഡ് ആണെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് എനിക്ക് എൻ്റെ ക്ലയൻറ്റിനോ കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നത് പ്യുവർ കോപ്പറിലുണ്ടാക്കിയ സാധനമാണ്. ഒന്നും തന്നെ പ്ലേറ്റ് ചെയ്യാത്ത ഒരു സാധനമാണ് കൊണ്ടുവന്നത്. ശബരിമല ദ്വാരപാലക ശില്പത്തിൽ നിന്നും ഇളക്കി മാറ്റിയ പാളി തന്നെയാണോ കമ്പനിയിൽ അറ്റകുറ്റപ്പണിക്കായി എത്തിച്ചത് എന്ന കാര്യം വിജിലൻസ് അന്വേഷിക്കേണ്ടതാണെന്നും അഭിഭാഷകൻ പറഞ്ഞു. അന്വേഷണത്തിന്റെ ഭാഗമായി വിജിലൻസ് കമ്പനിയെ ബന്ധപ്പെട്ടിരുന്നതായും അഡ്വക്കേറ്റ് പ്രദീപ് അറിയിച്ചു. പ്യുവർ കോപ്പറിലുള്ള സാധനമാണ് നമ്മളെടുത്ത് കൊണ്ടുവന്നത്. അത് ശബരിമലയിൽ നിന്ന് ഇളക്കിയത് തന്നെയാണോ എന്നുള്ളത് അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കില്ല. അതൊരു പക്ഷേ ഇപ്പോഴത്തെ ഈ ഡിവൈഎസ്പിയോ വിജിലൻസ് ഡിവൈഎസ്പി ഇതിൻ്റെ അന്വേഷണം ചുമതല ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അന്വേഷണ പരിധിയിൽ വെളിപ്പെടുന്ന ഒരു കാര്യമാണ്. 2019 ജൂലൈ 20 സ്വർണ്ണപ്പാളികൾ ഇളക്കിയെങ്കിലും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനിയിൽ എത്തിച്ചത് 40 ദിവസം കഴിഞ്ഞാണെന്ന് വ്യക്തമായിരുന്നു. ഒരു മാസത്തിലേറെ സ്വർണ്ണപ്പാളികൾ എവിടെയായിരുന്നു എന്നതുൾപ്പെടെ വിജിലൻസ് അന്വേഷിക്കുന്നതിനിടെയാണ് അഭിഭാഷകന്റെ വെളിപ്പെടുത്തൽ. കൈരളി ന്യൂസ്, കൊച്ചി.